അവിടെ ഒന്നും അറിയാണ്ട് ഒങ്ങലാന്ന്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് കുട്ടിക്ക് ഒന്ന് കാണിക്കാൻ പോകണം, കുട്ടികളുടെ ഡോക്ടറെ. അപ്പോൾ കുറച്ച് എന്തെല്ലാം ചെക്കപ്പ് ഉണ്ട്, മഞ്ഞ ഉണ്ടാന്ന് നോക്കണം. പിന്നെ ഞാൻ തൂക്കം കുറഞ്ഞിനെന്താ പറഞ്ഞ് തൂക്കം കൂടിനാന്ന് നോക്കണം. പിന്നെ കേൾവി ടെസ്റ്റ് ആക്കണം. അതെ, അങ്ങനത്തെ പിന്നെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതാണ് ഇപ്പൊ മെയിനായിട്ട്. എല്ലാവർക്കും ഇഞ്ചക്ഷൻ വെക്കുമ്പോ ഞാൻ മക്കളെ കുട്ടീനെയും കൂട്ടി പോകുമ്പോ ഞാൻ മക്കളെ അടുത്ത് കൊടുക്കും. ഞാൻ മക്കളെ എനക്ക് സഹിക്കാനാവൂല പറഞ്ഞിട്ട് കുട്ടികളെ മുഖത്തോക്കി കരയും പോലെ ഇരിക്കും. അത് സാരലമ്മളെ ഇപ്പം വേദനയൊന്നും അറിയാനായില്ല. അതെ, ഇപ്പൊ അങ്ങനെ വേദന അറിയില്ല. അപ്പൊ അത് ചെറുതൊരു 28 ദിവസത്തിന് കാതുകുത്തുന്ന വെച്ചാൽ അവർക്ക് അന്നേരം വേദന അങ്ങനെ അറിയില്ല. അതുകൊണ്ടാണ് 28ാം ദിവസം കാതുകുത്തുന്നത്. അനുവിനെല്ലാം അങ്ങനെ 28 ദിവസം അന്നേരം അങ്ങനെ കാര്യമില്ല. കുറച്ച് വേദന അറിഞ്ഞു തുടങ്ങിയ പിന്നെ കരഞ്ഞാക്കും. പണ്ട് നമ്മള് വീട്ടിൽ നിന്നെല്ലാം പ്രസവിച്ചാലും ഇങ്ങനത്തെ ഒന്നും ഇല്ല. ഇപ്പൊ ആൺകുട്ടിക്കും കാതുകുത്തുന്നുണ്ട് കേട്ടാ. ഹലോ ഒറ്റയ്ക്ക് നല്ലടി. പണ്ട് നമ്മളെ വല്യമ്മ എല്ലാം കാതിൽ കടുക്കനിട്ടിട്ട് ഇങ്ങക്ക് ഓർമ്മയില്ല. പരിപാടി വാവനെ ഹോസ്പിറ്റലിൽ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ സ്കൂളിൽ ഇറങ്ങും, അങ്ങ് വരുന്നില്ല. വാവനെടുക്കണ വലിയ വണ്ടിന്ന്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഏട്ടനായ വലുതായില്ലപ്പ വാവനെടുക്കേ. വാവേ ഏട്ടന് എത്തിട്ടാ അവിടെ ഒന്നും അറിയാണ്ട് ഒങ്ങലാന്ന്. വെള്ളുമ്പോ നോക്കൂലേ കുട്ടിനെ. വാവെല്ലാം റെഡിയാണ്, വല്യമ്മ റെഡിയാണ്, ഏട്ട റെഡിയാണ്. സ്കൂളിലെത്തി. സാധാരണ രീതിയിൽ ജനിച്ചാൽ ഒരു 10% വെയിറ്റ് കുറവുണ്ടാവും. 3 മുതൽ 5 ദിവസം കൊണ്ടാണ് കുറയേണ്ടത്. ചില കുട്ടികൾക്ക് പെട്ടെന്ന് കുറയും. അയാളെ നമുക്ക് ഫീഡ് ചെയ്യാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ അധികം എഫേർട്ട് ഇടണ്ട. അതാണ് ഫസ്റ്റ് കാര്യം. നേരെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാവ് അമ്മയോട് ചേരിക്കും. ഓക്കെ, ഈ കൈ കുറച്ചുകൂടെ താഴെ, ഈ മുട്ടില്ല, ഇത് അമ്മേന്റെ മേലേക്ക് മുട്ടുന്ന രീതിയിൽ പിടിക്കുക. അതായത് കുഞ്ഞാവ് ഫുള്ളി അമ്മേന്റെ സൈഡിലേക്ക് ഇരിക്കും. ഈ കൈ താഴേക്ക് വെക്കാം. ആ കൈയില്ലേ, അപ്പുറത്തെ കൈയില്ലേ, ഇടത്തെ കൈയില്ലേ, അത് താഴേക്ക് വെക്കാം. ഓക്കെ, ഈ കൈ ഇയാളെ വെച്ചോ. ഓക്കെ, പിന്നെ ഈ നമ്മളിങ്ങനെ പൊസിഷൻ ചെയ്യുമ്പോഴേ ഇങ്ങനെ അധികം പിടിക്കരുത്. കുറച്ച് നേരം പിടിക്കാനാവില്ല, വേദന എടുക്കുക. അപ്പൊ കുറച്ച് താഴേക്ക് പിടിക്കുക. അപ്പൊ ഇവിടെ സപ്പോർട്ട് ചെയ്യാണെങ്കിൽ പില്ല വെക്കാം, ജസ്റ്റ് ഇതുപോലെ. അപ്പൊ ഇയാളുടെ വയറ് അമ്മേന്റെ മേത്ത് മുട്ടണം, ഇയാളുടെ ഈ മുട്ട് അവിടെ മുട്ടണം, ബാക്കി അയാൾ കുറച്ച്. ഓക്കെ, പിന്നെ വായില് അയാള് നിപ്പിള് സക്ക് ചെയ്യില്ലേ. അപ്പൊ നിപ്പിള് സക്ക് ചെയ്യാൻ പാടില്ല. അതിന് ചുറ്റിലൊരു ബ്ലാക്ക് പോർഷൻ ഇല്ലേ, അതിനെ ഏരിയോളെന്നാ പറയാം. അപ്പൊ ആ ബ്ലാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അയാളെ വായിക്കകത്തേക്ക് വരണം. അങ്ങനെ സക്ക് ചെയ്യുന്ന ആ ബ്ലാക്ക് പോർഷന്റെ മുകളിൽ മാത്രമേ ആവാൻ പാടുള്ളൂ. അത് നിപ്പിളുടെ മുകളിൽ സക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും. അങ്ങനെയാണ് ക്രാക്ക് വരിക. അത് മാക്സിമം പോകണം. മാക്സിമം പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകണം. ഓക്കെ, മുകളിലത്തെ ഒരു ചെറിയ പോർഷൻ ചിലപ്പോൾ പുറത്തുണ്ടാവും, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അയാളെ വായിക്കകത്തന്നെ. അയാൾ നല്ലോണം തുറന്നു പിടിക്കണ്ട. നല്ലോണം വെള്ളം കുടിക്കാം, ഒരു 3.5 ലിറ്ററോളം വെള്ളം കുടിക്കാം. പിന്നെ പാല് വരാൻ വേണ്ടിയിട്ട് ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. വെളുത്തുള്ളി, ഓക്കെ, വെളുത്തുള്ളി, പിന്നെ ഉലുവ, മുരിങ്ങയില, അതുപോലെ ഇഞ്ചിയും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നല്ലോണം കഴിക്കാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിന്റെ ചമ്മന്തിയൊക്കെ ആക്കി കഴിക്കില്ലേ, അത് വളരെ നല്ലതാണ്. ഓക്കെ, പാല് വരാൻ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. പിന്നെ വെള്ളം നല്ലോണം കുടിക്കാം. നമ്മളിപ്പോൾ എപ്പോഴും കൂടുതൽ പാല് കുറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ അമ്മേൻ്റെ സ്ട്രെസ്സാണ്. അതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ എനിക്ക് പാലില്ല, എൻ്റെ പാല് കുറഞ്ഞുകൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നോർമലായിട്ട് എല്ലാ ബേബീസിനും വെയിറ്റ് കുറയും. ആദ്യത്തെ ഒരു 4 ദിവസത്തേക്ക് അമ്മക്ക് പാല് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും മാവേൻ്റെ വെയിറ്റ് ലോസുമായിട്ട് ഡയറക്റ്റ്ലി വലിയ ബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിട്ട് അമ്മ ടെൻഷനായി കഴിഞ്ഞാൽ നമുക്ക് പാല് കുറയും. അപ്പോൾ പാല് കുറഞ്ഞു എന്ന് വിചാരിച്ചു ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് മാവേൻ്റെ വെയിറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ വേറെ ആരെങ്കിലും ഒരാൾ പറയും ഇയാൾക്ക് പാലില്ല. ഓക്കെ, അത് കേട്ട് കഴിഞ്ഞാൽ അമ്മക്ക് വീണ്ടും ഒരു വലിയ സ്ട്രെസ്സാണത്. ആരെങ്കിലും ഒരാൾ പാലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്, അമ്മക്ക് പാലില്ല എന്ന് ആരും പറയണ്ട. ഓക്കെ, നോർമലി 4 ദിവസത്തേക്ക് പാലുണ്ടാവില്ല, അത് നമ്മൾ മനസ്സിലാക്കുക. ആ ദിവസം അതാണ്, ആ ദിവസം വരെ വേണ്ടുന്നൊക്കെ അമ്മ അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ടേ പാല് വരുള്ളൂ. അപ്പോഴത്തേക്ക് കുഞ്ഞാവേന്റെ വെയിറ്റ് ഗെയിനുള്ള സമയമാവും, വെയിറ്റ് ഗെയിൻ ആയിക്കോളും.
ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻ ശരിയാക്കി കഴിഞ്ഞാൽ മാത്രമേ ക്രാക്ക് പിന്നെ വരാണ്ടിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ വാവ കുടിക്കുമ്പോൾ ഓരോ സമയത്തും പെയിൻ ഉണ്ടാവും. പിന്നെ ചെറിയ പെയിനൊന്നുമല്ല, നല്ല പെയിനാണ്. ഓക്കെ, ഭയങ്കര ഈവൻ ചിലപ്പോൾ ഫീഡ് ചെയ്യാൻ പേടിയാവുന്ന രീതിയിൽ പെയിൻ വരും. ഓക്കെ, അപ്പോൾ അത് ആ പൊസിഷൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ നോർമലായിട്ട് കുഞ്ഞാവ പാല് കുടിക്കുന്ന സമയത്ത് അത് അമ്മക്കും കുട്ടിക്കും രണ്ടാൾക്കും സന്തോഷമായിരിക്കണം. അങ്ങനെയാണ്. നമുക്ക് ഇനീഷ്യൽ പീരീഡിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന് എപ്പോഴും ബാക്ക് സപ്പോർട്ടാണ് കിട്ടേണ്ടത്. ഇത് നല്ല ബാക്ക് സപ്പോർട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് എണീക്കാൻ പറ്റില്ല. എണീക്കാൻ പറ്റും. അത് താഴ്ന്ന് കണ്ടോണ്ട് അവർ വിചാരിക്കുന്നതാ. ഇരുന്ന് കഴിഞ്ഞാൽ കംഫർട്ടാ. നോക്കിയേ, കംഫർട്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ഇരുന്നോ. തന്നെ ഇപ്പൊ കംഫർട്ട് ഉണ്ടാ? കംഫർട്ട് പ്രശ്നമില്ലല്ലോ. പോയാലും സീനില്ല. നമ്മളെ വയറ്റിലോട്ട് മുമ്പിട്ട് അവിടെ കിടക്കുമല്ലേ, വേറെ സീനൊന്നും വരുന്നില്ല. ഋത്തിക്കിന്റെ കുഴപ്പം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇങ്ങനത്തെ മുല കീറലൊന്നും ഉണ്ടായിട്ടില്ല. ഇവനെന്നാമോ അത് ആദ്യമായിട്ട് കണ്ണു മാത്രം വലിച്ചിട്ടാന്ന്. കൊറേ ആയില്ലേ ഞാൻ പാല് കൊടുക്കുന്ന നിർത്തിയിട്ട്. മറന്നുപോയി എനിക്ക്. ഹിയറിംഗ് അല്ലേ? ഒച്ചയൊന്നുമില്ല. റെക്കോർഡിങ് സ്റ്റുഡിയോ പോലെ ഉണ്ടല്ലേ? സൗണ്ട് ഇല്ലാണ്ട് സൗണ്ട് പിടിക്കുന്നത്. പണ്ട് നമ്മള് കുട്ടി പ്രസവിച്ചിട്ട് അച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോ ഇങ്ങനത്തെ കുട്ടി ഇട്ട കുപ്പായി ഊരിട്ട് അടുപ്പൊക്കെ മണപ്പിച്ചു കൊണ്ടിരിക്കാൻ. ഒരു കുട്ടീനെ മണമുണ്ട ഭയങ്കരമായിട്ട് മണപ്പിച്ചു കൊണ്ടിരിക്കും. മിക്ക ഓർമ്മയില്ല. അനിയെല്ലാം നമ്മള് പോകുമ്പോല്ലോ അനിയെല്ലാം കുട്ടിന് പോകുമ്പോ ഒരു കുപ്പായി ഇട്ട് വെച്ചാൽ അത് മണപ്പിച്ചു കൊടുക്കല്ലേ 2 ദിവസം. അലക്കാനൊന്നും വിടൂല അത്. അതൊരു കുട്ടി വേണമില്ലേ? അതന്നെ. ഞാനിപ്പോ ദേശം നോക്കണ വാടക വെച്ചിട്ട് നിന്റെതും മോൻ്റെതും നീ വാടക വെക്കുക. എനിക്ക് കുഞ്ഞിന്റെ കവിന്റെ ഡ്യൂട്ടിയാണ്. ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടർ പറയുമ്പോൾ എല്ലാ കാര്യവും മനസ്സിലാകുന്നു. മറ്റു നമ്മള് കുട്ടികളെ ചൂടുവെള്ളം അത്രക്കും കെട്ടി ചൂടുവെള്ളത്ത് കുളിപ്പിക്കും, കയ്യും കാലും വെളിച്ചെണ്ണ വെച്ച് എങ്ങനെ ആക്കോ, മൂക്ക് വലിക്കും, ചെവിയിലൂതും, അതൊന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞു. സ്വാഭാവികമായിട്ടുള്ളതിന് മാത്രം മതി, കുട്ടി അങ്ങ് വളർന്നോളും. പാല് കൊടുക്കുക മര്യാദക്ക്. അത് ഒരു 4 മണിക്കൂർ കൂടുമ്പോ 4 മണിക്കൂർ ഉറങ്ങും പോലും. അതിനും കുറെ കണക്കുണ്ട്. അതായത് പണ്ടെല്ലാം നമ്മൾ പ്രസവിച്ചിട്ട് വന്നാൽ ഉറക്കമിന്റെ അലാറം വെച്ചിട്ടെല്ലാം ഇരുന്നിട്ട് നമ്മൾ കുട്ടിക്ക് പാല് കൊടുക്കും. അങ്ങനെ കൊടുക്കണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പറയുന്നത് അവർക്ക് കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ അവര് കുടിച്ചിട്ട് ഇത്ര മണി ഇങ്ങനെ ഉറങ്ങും. അതുകൊണ്ട് നിങ്ങൾ ആ ഡോക്ടർ പറഞ്ഞാലും ഇന്ന് വീഡിയോയിൽ ഇടുന്നത് എല്ലാവർക്കും ഒരു ഉപകാരമാകട്ടെ. നമ്മളെപ്പോലെ ചിന്തിക്കുന്നവർക്ക് കുട്ടീനെ നോക്കണ്ടേ, അത് ഇങ്ങനെ ഉറങ്ങാനും പറ്റൂല, അങ്ങനില്ല, അതില്ല. പിന്നെ കൊറേ സംഭവമുണ്ട് കുളിപ്പിക്കുമ്പോ. അതുമല്ല ഇത് കണ്ട, ഇതിനിട്ട ലോഷൻ ഇതൊന്നും ഇടാൻ പാടില്ല, മണമുള്ളതൊന്നും ഇടാൻ പാടില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. ഇല്ല, ഇത് മണമില്ല. ഇത് കുട്ടീന്റെ മണാണ്, കുട്ടീന്റെ മണാണ്. ഇത് കുട്ടീനെ മണം. നമ്മളിപ്പോ ഇതെല്ലാം മുക്കിയിട്ട് ഇതിൽ കാണുമ്പോണ്ടല്ല നമുക്കൊരു എന്തോ പ്രത്യേക വേറെ എന്തോ ഒരു ഇതാണ്. വേറെ ലോകത്തേക്ക് നമ്മളെ നമ്മള് വീണ്ടും കുഞ്ഞായ പോലെ തോന്നുന്നു. സത്യമായിട്ട് പുതിയ വനിത. അപ്പോൾ നമ്മളെ കവി പ്രസവിച്ചത് ആശ്രമിംസിലാണ്, ചാലക്കുള്ള. അപ്പോൾ പ്രസവിച്ചപ്പോൾ തന്നെ ഈ കുട്ടികളെ ഡോക്ടർ വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്തു. ഗോകുൽദാസ് എന്നാണ് ഡോക്ടറുടെ പേര്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഡോക്ടർ നോക്കി. അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് വെയിറ്റും അതുപോലെ തന്നെ ചെവിടിൻ്റെ കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും ചെയ്തത് എങ്ങനെ രോഗങ്ങൾ മുൻകൂട്ടി കാണുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പോയപ്പോൾ അന്ന് ഡോക്ടർ കുറേ കാര്യങ്ങൾ, ഈ ന്യൂബോൺ കുഞ്ഞു കുട്ടികളെ എങ്ങനെയാ പരിചരിക്കേണ്ടതെന്നില്ല കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഡോക്ടർ പറഞ്ഞു പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലമായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞു തന്നു. എന്നല്ല തന്നെ നമുക്ക് അതുപോലെ ചെയ്യാലോ. കുട്ടിക്ക് എന്തെല്ലാം വേണ്ടെന്ന് വെച്ചാല് അതെങ്ങനെയാ കുട്ടികൾക്ക് പാല് കൂട്ടേണ്ടത്, അത് നമ്മള് മുളക്കാനെല്ലാം ഇങ്ങനെ വേദനിക്കൂലേ, അപ്പൊ അത് എങ്ങനെയാ വേദനിക്കാണ്ടിരിക്കാൻ എങ്ങനെയാ പാല് കൊടുക്കണ്ടേ, ആ മാറ്റമുണ്ട്. ഞാൻ ഡോക്ടർ അടുന്ന് വേറെ സിസ്റ്റർ കാണിച്ചു തന്നു എങ്ങനെയാ കൊടുക്കണ്ടേന്നെല്ലാം കാണിച്ചു തന്നു. ഇപ്പൊ ഞാൻ വന്നിട്ട് പാലെല്ലാം കൊടുത്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ജനിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ആദ്യം നമുക്ക് മെയിൻ ആയിട്ടുള്ള സ്കിൻ കെയർ. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുന്നതിനകത്ത് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ സ്കിൻ എപ്പോഴും ഭയങ്കര ഫ്രജൈലായിരിക്കും. അപ്പോൾ അതിനകത്ത് കുറച്ച് ക്രാക്സ് ചിലപ്പോൾ ഉണ്ടാവും. അത് നോർമലാണ്. കുറച്ച് ചിലപ്പോൾ പൊളിഞ്ഞു പോകുന്ന വരുന്നുണ്ടാവും. അത് നോർമലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴാണ് കുഞ്ഞാവേനെ കുളിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ 2.5 കിലോ എത്തണം. 2.5 കിലോ എത്തിയിട്ട് കുളിപ്പിക്കാൻ തുടങ്ങുന്നതാണ് നല്ലത്.
കുറച്ച് വലിയ കുട്ടികളാണ്, മാസം കഴിഞ്ഞ കുട്ടികളാണ്, ജനിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊക്കിൾക്കൊടി വീഴുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കുളിപ്പിക്കാം. എന്തായാലും ആദ്യത്തെ 24 മണിക്കൂർ കുട്ടികളെ കുളിപ്പിക്കണ്ട. അതിനുശേഷമാണെങ്കിൽ നനച്ച് തുടക്കുന്നതിന് കുഴപ്പമില്ല. ശ്രദ്ധിക്കേണ്ടത് പൊക്കിൾക്കൊടിയാണ്. കാരണം അവിടെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. നേരത്തെ നമുക്ക് പൊക്കിൾക്കൊടിക്ക് നേരത്തെ മരുന്നോ ഒന്നും ആവശ്യമൊന്നുമില്ല. അധികം വെള്ളം നനവ് അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഡയപ്പർ വെക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഡയപ്പർ പൊക്കിൾക്കൊടിൻ്റെ താഴെയായിട്ട് വെക്കുക. കുളിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ചൂട്, വല്ലാണ്ട് ചൂട് വെള്ളത്തിനകത്ത് നമ്മൾ കുളിപ്പിക്കേണ്ട, ചെറിയ ചൂട് വെള്ളത്തിനകത്ത് നമുക്ക് കുളിപ്പിക്കാം. പിന്നെ സോപ്പ് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് സോപ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബാർ സോപ്പുകൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അത് സ്കിന്ന് കുറച്ചും കൂടെ ഡ്രൈ ആക്കി കളയും. അപ്പോൾ കുളിപ്പിച്ചതിന് ശേഷമാണെങ്കിൽ നമുക്ക് ലോഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ലോഷൻസ് ആണെങ്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ വൈപ്സ് ആണെങ്കിലും അധികം മണമുള്ളത് യൂസ് ചെയ്യരുത്. ജനിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് മണം അറിയാൻ പറ്റുക. പിന്നെ അങ്ങോട്ടേക്ക് മണത്തിൻ്റെ ആ ഒരു ശേഷി നമുക്ക് കുറഞ്ഞു വരിക ചെയ്യാം. അത് മാത്രമല്ല സ്കിന്നിന് ഈ ഫ്രാഗ്രൻസിൻ്റെ കെമിക്കൽസ് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ നമ്മളാവുന്നതും മണമില്ലാത്ത ടൈപ്പ് വൈപ്സ്, മണമില്ലാത്ത ടൈപ്സ് ലോഷൻസ്, അതാണ് യൂസ് ചെയ്യുന്നത്. പൗഡർ ഉപയോഗിക്കാനേ പാടില്ല. പൗഡർ കുട്ടിക്ക് ഉപയോഗിക്കാനേ പാടില്ല. അത് ഡസ്റ്റിങ് ആയിരിക്കും. പൗഡർ ഡസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ശ്വാസകോശത്തിനകത്ത് കയറാനും ഒക്കെയുള്ള റിസ്കുകളൊക്കെ ഉണ്ട്. സോ നമ്മൾ ഡസ്റ്റിംഗ് പൗഡേഴ്സ് യൂസ് ചെയ്യരുത്. സോപ്പാണെങ്കിൽ ഇതുപോലെ ലിക്വിഡ് സോപ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം എണ്ണ തേക്കുന്നതായിരിക്കും നല്ലത്. ലൈറ്റായിട്ട് നമ്മൾ കുഞ്ഞാവേന നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞ് ചെറിയൊരു നനവുണ്ടാവില്ലേ, തുടച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എണ്ണ തേക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മോയ്സ്ചർ ഉള്ളിൽ തന്നെ നിൽക്കും. ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ കുട്ടിക്ക് ഡ്രൈ ആവും, സ്കിന്ന് ഡ്രൈ ആവും. സോപ്പ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ എണ്ണ തേച്ചൊക്കെ പോവും, അതിന്റെ പുറമെ സ്കിന്ന് ഡ്രൈ ആവും ചെയ്യും. അതാണ് എണ്ണ തേച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലോഷൻസ് തേക്കുന്നുണ്ടെങ്കിലും കുളിപ്പിച്ചതിന് ശേഷം അപ്പം തന്നെ ഉടനെ തന്നെ തേച്ച് കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് ലോഷൻ ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യമൊക്കെ തേക്കേണ്ടി വരും. എന്നാലും ചിലപ്പോൾ നല്ല ഡ്രൈ ആണെങ്കിൽ മോയ്സ്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഡയപ്പർ യൂസ് ചെയ്യാം. മാക്സിമം സമയം, കുറച്ച് സമയമെങ്കിലും കുഞ്ഞാവേൻ്റെ സ്കിന്ന് എയർ കൊള്ളണം. അപ്പോൾ ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, ഒരു ഉച്ച സമയത്തൊക്കെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാവർക്ക് അധികം തണുപ്പടിക്കുകയും ചെയ്യില്ല, സ്കിന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് ക്രീംസ് ഉണ്ടാവും, ബാരിയർ ക്രീംസ് ഉണ്ടാവും. നമുക്ക് തുറന്നു വെച്ചിട്ട് ഒന്നും ശരിയാവുന്നില്ല, റാഷ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള ക്രീംസ് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കുളിപ്പിക്കുന്ന സമയത്ത് അധികം കൈകാലം പിടിച്ച് വിരിക്കുക, മസാജ് ചെയ്തിട്ട് അങ്ങനെയൊന്നും അതൊന്നും വേണമെന്നില്ല. പിന്നെ ചെവിയിലൊന്നും ചിലവർക്ക് മുമ്പത്തെ പണ്ടത്തെ കാലം എന്തെല്ലോ ഇതാണ്ട് വെച്ചാല് നല്ലോണം കാലും കയ്യെല്ലാം പിടിച്ച് നിർത്തി വെച്ചിട്ട് അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. ഞാനൊരു കൃത്യം ചെയ്യലുണ്ട്. ഈ കുട്ടിയൊക്കെല്ലാം എനിക്ക് 4 മക്കളുണ്ട്. അവർക്കെല്ലാം ഒരു കൃത്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കുട്ടിക്കും ചെയ്യാന്നാ ഞാൻ വിചാരിക്കുന്നത്. കുളിപ്പിക്കുമ്പോ ഫസ്റ്റ് ചൂടുവെള്ളം വല്ലാണ്ട് ചൂടാവരുത്, ചെറിയ ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ ഏറ്റവും ബെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാത്ത് ടബിൽ പ്രത്യേകിച്ച് തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ചൂട് വേണം, തണുപ്പാവാൻ പാടില്ല. അതാണ് നമ്മൾ കുളിപ്പിക്കുമ്പോഴും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം തണുത്ത് കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിനകത്തുള്ള കളർ ചേഞ്ച് മാത്രമല്ല, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക്കും ഒക്കെ ഉണ്ടാവും, പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ പറയാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ വാം വാട്ടർ ഒരു 40-41 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ മതിയാവും. അപ്പോൾ അതിനകത്ത് നമുക്ക് ബാത്ത് ടബിൽ അത് നിറച്ച് വെക്കുക, ചെറിയ ബാത്ത് ടബിൽ. ഓക്കെ, അയാളെ ഓൾമോസ്റ്റ് ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ കിടത്താൻ പറ്റുന്ന ടൈപ്പ് ബാത്ത് ടബിൽ പിന്നെ വെള്ളം നിറച്ച് വെക്കുക, ചെറിയ ചൂടുവെള്ളം. അതിനകത്തേക്ക് ആളെ താഴ്ത്തി വെക്കുക, തല മാത്രം പൊക്കി വെച്ചിട്ട്. ഓക്കെ, ജസ്റ്റ് അയാളൊന്ന് പിന്നെ വെള്ളം മേത്തൊക്കെ ഒന്ന് ആക്കുക. അതിന് ശേഷം സോപ്പ് തേച്ച് കൊടുക്കുക, അത് കഴുകിക്കളയാം. ഇങ്ങനെ വലിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യണ്ട. മൂക്കിനകത്ത് ഊതുക അല്ലെങ്കിൽ തല ഉരുട്ടിയെടുക്കുക അതൊന്നും വേണമെന്നില്ല. കാരണം അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെയും തല അത് ശരിയായി വരും. കാല് നിവറുന്നതൊക്കെ നോർമലായിട്ട് തന്നെ ഉള്ളതാണ്. കാരണം എല്ലാ കുട്ടികൾക്കും നോർമലായിട്ട് ചെറിയൊരു വളവുണ്ടാവും ഉള്ളിലോട്ടേക്ക് കാല്. അത് നോർമലായിട്ട് തന്നെ ഉണ്ടാവുന്നതാണ്. അത് തനിയെ തന്നെ ശരിയാവും. നമ്മൾ വലിച്ചില്ല എന്നുണ്ടെങ്കിലും അത് ശരിയാവും. അതുപോലെ കൺമഷി പോലെയുള്ള കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. കൺമഷി ഇട്ടിട്ടല്ല നമുക്ക് കണ്ണിന്റെ കളറും ഒക്കെ വരുന്നതൊക്കെ നോർമലായിട്ട് തന്നെ അയാളെ ജെനറ്റിക്സ് വെച്ചിട്ട് തന്നെ അയാൾക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അത് കണ്ണിന്റെ ഉള്ളിൽ കൺമഷി ഇടുക അല്ലെങ്കിൽ കൺപുരികത്തിന് വരയ്ക്കുക എന്നാൽ മാത്രമേ വരൂ, അങ്ങനെ വിചാരിക്കണ്ട. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഇപ്പോൾ നിപ്പിളിന്റെ മുകളിൽ കുറച്ച് തടുപ്പുണ്ടാവും ജനിച്ച ഉടനെ തന്നെ. അപ്പോൾ നമ്മൾ അവിടെ അമർത്തി കഴിഞ്ഞാൽ ചെറിയ നീര് വരും, പാല് പോലത്തെ നീര് വരും. പക്ഷെ അത് നമ്മൾ നീര് എടുക്കേണ്ട കാര്യമില്ല, അത് അവിടെ തന്നെ വെച്ചാൽ മതി. അത് തനിയെ തന്നെ അതങ്ങ് ഹീലായിക്കോളും. നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ കുട്ടിക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ അയാളെ വല്ലാണ്ട് ഓരോ കാര്യത്തിലും ഇന്റർഫിയർ ചെയ്യാണ്ടിരുന്നാൽ മതി. അതേപോലെ പാല് കൊടുക്കുമ്പോഴാണെങ്കിലും അയാൾ ചോദിക്കുമ്പോൾ കൊടുക്കുക. നമ്മൾ അലാറം വെച്ചിട്ട് 2 മണിക്കൂറിൽ എണീപ്പിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമില്ല.
അയാൾ ചോദിക്കും ആ സമയത്ത് ഉറക്കുക. ചിലപ്പോൾ ചില കുട്ടികൾ ജനിച്ചു കഴിഞ്ഞിട്ട് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ ഉറങ്ങിക്കളയും. അവർ ഉറങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. 4 മണിക്കൂർ ഉറങ്ങിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അയാൾ ചോദിക്കുമ്പോൾ പാല് കൊടുത്താൽ മതി. ഓക്കെ. നല്ല ചൂടുവെള്ളം എടുത്തിട്ട് ആ കുളിപ്പിക്കുന്നയാള് കൈ ഈ പച്ചവെള്ളത്തിൽ കുട്ടും. അത്രയും ചൂടിലാണ് കുട്ടീനെ കുളിപ്പിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്തൂടാ. കാരണം നമ്മളൊരു കുളിക്കുന്ന ചൂട്, നമ്മള് കുളിക്കുന്ന ഒരു ചൂടുണ്ടാവുമല്ലോ, ആ ചൂട്ടിലാണ് ഞാൻ ഈ കുട്ടികളെ എല്ലാം ചെയ്യിക്കുക. എന്നുവെച്ചാൽ അനക്ക് അതെല്ലാം പേടിയാണ്. ഇതിന്റെ ചൂടൊന്നും വേണ്ട അല്ലേ? ഭയങ്കര ചൂടുവെള്ളം എടുത്തിട്ട് കാലെങ്കിൽ കുളിപ്പിക്കുന്ന മോശമെന്നാ പറയാ. അതിപ്പോ ഡോക്ടർ പറയുന്നത് മനസ്സിലായി കഴിഞ്ഞത് എനിക്ക് ഇതെല്ലാം ഇങ്ങനെ ജന്മനാലേ ഉള്ള കാര്യങ്ങളാണ്. താങ്ക് യു ഡോക്ടർ. ഇത് നമ്മളെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം. ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻ പ്രോപ്പർ ആയിട്ടില്ലെങ്കിലാണ് നമുക്ക് ക്രാക്ക് വരിക. അപ്പോൾ നമ്മൾ മരുന്ന് തട്ടിക്കഴിഞ്ഞാൽ മാത്രം പോരാ, അത് വീണ്ടും നമ്മളൊന്ന് അതിന്റെ പൊസിഷൻ ഒന്ന് ശരിയാക്കാനുണ്ടാവും. പുതിയ വിശേഷം നാളെ വരാം. അതിലെല്ലായിരിക്കും.